ഇപ്പോൾ തൃശൂർ പോട്ട ഫെഡറൽ ബാങ്കിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിയെ ഇപ്പോൾ ബാങ്കിൽ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചിരുന്നു. താൻ കത്തി കാണിച്ചപ്പോൾ മാനേജർ പെട്ടെന്ന് മാറി നിന്നു. അത് കവർച്ച എളുപ്പമാക്കിയെന്ന് പ്രതി കുറ്റം സമ്മതിച്ചപ്പോൾ അറിയിച്ചിരുന്നു പോലീസിനെ. ഇന്നിപ്പോൾ കൂടുതൽ വിവരങ്ങൾ. ആളില്ലാത്ത സമയത്ത്, ഉച്ചഭക്ഷണ സമയത്ത് രണ്ടുപേരെ കത്തി കാണിച്ച് ഭയപ്പെടുത്തിയാണ് ഈ പ്രതി മോഷണം നടത്തിയത്. 47 ലക്ഷം രൂപ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. പക്ഷേ 3 ബണ്ടിലുകൾ എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു പ്രതി. 15 ലക്ഷം രൂപയാണ് പ്രതി മോഷ്ടിച്ചത്. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. ചില സമയങ്ങളിലെങ്കിലും പ്രതിയുടെ മൊഴിയിലെല്ലാം തന്നെ വൈരുദ്ധ്യമുണ്ടെന്ന് ഇന്നലെ തന്നെ പോലീസ് അറിയിച്ചിരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇപ്പോൾ തെളിവെടുപ്പിന് എത്തിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ചാലക്കുടി പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിനടുത്തുള്ള ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. വിഷ്ണു, ഈ തെളിവെടുപ്പ് എപ്പോഴാണ് തുടങ്ങിയത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടത്? $15 ലക്ഷം രൂപയാണ് പ്രതി മോഷ്ടിച്ചത്. അതിൽ കുറച്ച് കടം വീട്ടാനായി കൊടുത്തിരുന്നു അന്നനാട് സ്വദേശിക്ക്. അത് സുഹൃത്താണ്, ഒരുമിച്ച് പഠിച്ചയാളാണ്. അങ്ങനെ അന്നനാട് സ്വദേശി ആ പണം അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ തിരികെ എത്തിച്ചിരുന്നു. കുറച്ചു പണം ചെലവായിപ്പോയി എന്ന് ഇന്നലെ തന്നെ പ്രതി സമ്മതിച്ചിരുന്നതാണ്. 15 ലക്ഷം രൂപ, 5 ലക്ഷം അടങ്ങുന്ന 3 ബണ്ടിലുകൾ, അതാണ് പ്രതി മോഷ്ടിച്ചത്. പ്രതി മോഷണത്തിനെത്തുന്ന CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. ഉച്ചയോടുകൂടി എത്തുന്നു, കൃത്യമായി ബാങ്കിലെ ഉച്ചഭക്ഷണ സമയത്തെത്തുന്നു. അങ്ങനെ ഇപ്പോൾ പ്രതിയുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്, വിവരങ്ങൾ തേടേണ്ടതുണ്ട്. സൂരജ് സജി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, ഇയാളെ എപ്പോഴാണ് തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുള്ളത്? ഇപ്പോഴും തെളിവെടുപ്പ് അവിടെ നടക്കുകയാണോ? ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസിന്, എന്തെല്ലാം വിവരങ്ങളാണ് ഇയാളിൽ നിന്ന് തേടേണ്ടത്? കൂടുതൽ വിവരങ്ങൾ പറയൂ സൂരജ്. സ്മിത, അല്പം സമയം മുമ്പാണ് ഈ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ പ്രതിയെ എത്തിച്ച തെളിവെടുപ്പ് നടത്തുന്നത്. അതായത് 3 മിനിറ്റ് നേരം മാത്രം നീണ്ടു നിൽക്കുന്ന മോഷണമായിരുന്നു ഈ ബാങ്കിൽ നടന്നിരുന്നത്. അതെങ്ങനെയാണ് നടന്നത് എന്നത് പ്രതി ഇപ്പോൾ പോലീസിനോട് വിവരിക്കുന്നുണ്ട്. നേരത്തെ ഈ ബാങ്കിലെത്തി ഈ ബാങ്കിലെ സാഹചര്യം നോക്കി വെച്ചതിന് ശേഷമാണ് പ്രതി ഇവിടെ മോഷണം നടത്തിയതെന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ ശാഖയ്ക്ക് എതിർവശത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ എത്തുന്ന സമയത്താണ് ഈ മോഷണം ശ്രദ്ധയിൽപ്പെടുന്നത്. മോഷണം അവിടെ വെച്ച് ഈ ബാങ്കിൽ സെക്യൂരിറ്റി സംവിധാനങ്ങളില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് ഈ ബാങ്കിലെത്തി കൂടുതൽ പരിശോധന നടത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രതി പറയുന്നത്. ഇപ്പോൾ ഈ മോഷണത്തിന് മുമ്പ് ഈ ബാങ്കിലെത്തിയതടക്കമുള്ള കാര്യങ്ങൾ പ്രതി വിവരിക്കുന്നുണ്ട്. ഒരു ATM കാർഡ് കേടാണ്, തൻ്റെ ATM കാർഡ് കേടാണ് എന്ന പേരിലാണ് പ്രതി ഇവിടെ ആദ്യം എത്തിയത്. പിന്നീട് ഈ സാഹചര്യം നോക്കി വെച്ചതിന് ശേഷം പ്രതി ഇവിടെ പിന്നീട് എത്തി മോഷണം നടത്തുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ കത്തി വീശി ഭീഷണിപ്പെടുത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് വിവരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇപ്പോഴും ഈ തെളിവെടുപ്പ് തുടരുകയാണ്. സ്മിത. ശരി സൂരജ്, പ്രതിയുമായി ഇപ്പോൾ പ്രതി റിജോ ആന്റണിയുമായി ഇപ്പോൾ ബാങ്കിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സൂരജ് സജി നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രതിയുമായി തെളിവെടുപ്പ്, കവർച്ചാ കേസിലെ പ്രതിയുമായി തെളിവെടുപ്പ്. ബാങ്കിൽ സെക്യൂരിറ്റി ഇല്ലെന്ന് കൃത്യമായി അറിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് ജീവനക്കാർ പോയ സമയത്ത് ആസൂത്രണം ചെയ്ത് നടത്തിയ കവർച്ചയാണ്. വലിയ പട്ടാപ്പകലുണ്ടായ കവർച്ച സംസ്ഥാനത്തെ മുഴുവനും ഞെട്ടിച്ചതാണ്. അതിനുശേഷം പ്രതിയെ പിടികൂടുന്നു. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കൂടുതൽ വിവരങ്ങൾ നൽകും എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇന്നലെയാണ് പ്രതിയെ പിടികൂടിയത്. അതിനുശേഷം പോലീസ് മേധാവി സംസാരിക്കുകയും ചെയ്തിരുന്നു. ജില്ലാ പോലീസ് മേധാവി സംസാരിച്ചിരുന്നു, കൂടുതൽ വിവരങ്ങൾ അറിയിച്ചിരുന്നു. ഒരു സ്ത്രീ നൽകിയ വിവരങ്ങൾ, സൂചനകൾ, അതിനുശേഷമാണ് പ്രതിയിലേക്ക് എത്താൻ കൂടുതൽ എളുപ്പമായത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുകയും ചെയ്തു. ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. വിഷ്ണു സുരേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. പോട്ട ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ, അവിടെയാണ് കവർച്ച നടന്നത്. അവിടെ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. വിഷ്ണു, ഈ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം വിവരങ്ങൾ തേടാനാകും ഇനി പോലീസിന്റെ അടുത്ത ശ്രമം? കൂടുതൽ വിവരങ്ങൾ ഇനി എന്തെല്ലാമാണ് അറിയാനുള്ളത്?
സ്മിത, ഫെബ്രുവരി ഈ മാസം 14-ാം തീയതി ഉച്ചയോടുകൂടിയാണ് നാടിന് നടുക്കിയ മോഷണ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. റിജോ ഒരു ഹെൽമറ്റ് ധരിച്ച് ജാക്കറ്റ് ധരിച്ച് ഈ ബാങ്കിന്റെ പുറത്തേക്ക് വന്ന് സ്കൂട്ടർ നിർത്തുന്നു. പിന്നാലെ ഈ ബാങ്കിനകത്തേക്ക് കയറി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ കൗണ്ടറിലിരുന്ന പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു CCTV ദൃശ്യങ്ങൾ. ഇതാരാണ് മോഷണം നടത്തിയതെന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. വാഹനം കേന്ദ്രീകരിച്ചും ഇയാളെ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണം എങ്ങും എത്തിയിരുന്നില്ല. പിന്നീടാണ് CCTVകൾ ഓരോന്നായി പോലീസ് പരിശോധിച്ചത്. ഏകദേശം 30-ലധികം വരുന്ന CCTVകൾ പരിശോധിച്ച ഘട്ടത്തിലാണ് ഒരു സ്ത്രീയുടെ മൊഴിയിൽ നിന്ന് ഇത് റിജോ ആണ് ചെയ്തത് എന്നൊരു വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയത്. തുടർന്ന് ഇയാളുടെ വീട്ടിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. ഇയാളുടെ ഷൂസും ഇയാൾ ഉപയോഗിച്ചിരുന്ന ജാക്കറ്റും അതോടൊപ്പം തന്നെ വാഹനവും പോലീസ് തിരിച്ചറിഞ്ഞു. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് റിജോയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. അതിൽ തെളിവെടുപ്പാണ് ഏറ്റവും പ്രധാനം. 3 ഇടങ്ങളിൽ എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തിയത്. ഏറ്റവും ആദ്യം കൊണ്ടുപോയത് റിജോയുടെ വീട്ടിലാണ്. അവിടെ 12 ലക്ഷം രൂപയും കണ്ടെത്തി. ഒപ്പം ഇയാൾ ഈ സെക്യൂരിറ്റി അടക്കം ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കറിക്കത്തി കണ്ടെത്തി. ഈ വാഹനം അടക്കം പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് 2,90,000 രൂപ ഈ മോഷണത്തിൽ നിന്ന് ലഭിച്ച തുകയിൽ 2,90,000 രൂപ റിജോയുടെ സുഹൃത്തിന് കൈമാറിയെന്ന് റിജോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മുൻപ് 3 ലക്ഷം രൂപ ഈ സുഹൃത്തിന്റെ വായ്പ മേടിച്ചിരുന്നു. ആ പണമാണ് തിരികെ നൽകിയത്. 15-ാം തീയതി സുഹൃത്തിന്റെ വീട്ടിലെത്തിയാണ് കൈമാറിയത്. ആ വീട്ടിലെത്തി ആ 2,90,000 രൂപയും പോലീസ് റിക്കവർ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും നിർണായകമായ പ്രദേശത്ത് എത്തിച്ചുകൊണ്ടാണ് റിജോയെ തെളിവെടുപ്പ് നടത്തുന്നത്. അത് ബാങ്കാണ്. ഈ ബാങ്കിൽ ആണ് റിജോ അന്ന് രാത്രി അന്ന് ഉച്ചയോടുകൂടി എത്തി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ പണം മോഷ്ടിച്ചത്. 4 ദിവസം മുമ്പ് ബാങ്കിലെത്തി ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിരുന്നു. ഇവിടെ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ വളരെ വിരളമാണ് എന്ന് വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് റിജോ ഇവിടെ മോഷണം നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ കൃത്യമായി ഉച്ചയ്ക്ക് 2:30 ഈ സമയത്തോടുകൂടി ബാങ്ക് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അകത്ത് ഈ മറ്റിടങ്ങളിലേക്ക് മാറും എന്നൊരു വിലയിരുത്തൽ ഇയാൾക്കുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ കൃത്യമായി എത്തി അവിടെ മോഷണം നടത്തി. ഏകദേശം 2.5 മിനിറ്റ് മാത്രമാണ് ഇയാൾ ഈ മോഷണം നടത്താൻ സമയമെടുത്തത്. ആ സമയത്തിനുള്ളിൽ മോഷണം പൂർത്തിയാക്കി തിരികെ പോകുകയായിരുന്നു. തിരികെ പോകുന്നതിനിടയിൽ പിടികൂടാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി പ്രതിരോധം ഇയാൾ തീർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ CCTVകൾ താൻ പെടുമെന്നൊരു ധാരണ ഈ പ്രതിക്കുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടി 3 ഇടങ്ങളിലെത്തി ഇയാൾ വേഷം മാറി. അതിനുശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ സ്കൂട്ടറിന്റെ ഗ്ലാസുകൾ വീണ്ടും പിടിപ്പിച്ചു. അതിനുശേഷം ഈ പരിസരം വിട്ടു പോകാൻ ഇയാൾ തയ്യാറായിരുന്നില്ല. പോലീസിന്റെ ഒരു നീക്കവും ഏറ്റവും നിർണായകമായിരുന്നു. പ്രതി എറണാകുളത്തേക്ക് കടന്നു എന്ന രീതിയിൽ ഒരു പ്രചരണം പോലീസ് നൽകി. അപ്പോൾ റിജോ കരുതിയിരുന്നത് പ്രതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നിലേക്ക് എത്തില്ല, എറണാകുളം കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകും, അയാൾ ഹിന്ദി ഭാഷ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇയാൾ ഹിന്ദിക്കാരനായിരിക്കും എന്നൊരു വിലയിരുത്തലൊക്കെ പോലീസിനുണ്ടെന്നാണ് പ്രതി തെറ്റിദ്ധരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. കൃത്യമായ ധാരണ പോലീസിനുണ്ടായിരുന്നു. ഈ പ്രദേശവാസിയാണ്, മലയാളിയാണെന്ന് ധാരണ പോലീസിനുണ്ടായിരുന്നു. ആ പ്രദേശം കേന്ദ്രീകരിച്ച് പോലീസ് അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തി. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടിയ പ്രതി പിടികൂടുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മോഷണത്തെക്കുറിച്ച് റിജോ തന്റെ സുഹൃത്തുക്കളോടും അയൽവാസികളോടും ഒക്കെ പറഞ്ഞിരുന്നു. ഇന്നലെ ഏറ്റവും ഒടുവിലായി ഒരു കുടുംബ സമ്മേളനം ഇയാളുടെ വീടുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. ആ വേളയിലും ഈ മോഷണവുമായി ബന്ധപ്പെട്ട സംസ്ഥാനമൊക്കെ ഉണ്ടായപ്പോൾ ഇയാൾ തന്നെ പറഞ്ഞു പ്രതിയൊന്നും പിടികൂടാൻ പോകുന്നില്ല, അയാൾ സംസ്ഥാനം കടന്നു എന്നാണ് വാർത്തകളടക്കം വരുന്നത്. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു റിജോ ഉണ്ടായിരുന്നത്. ആ ആത്മവിശ്വാസത്തെ എല്ലാം കേരള പോലീസ് പൊളിച്ചു. മോഷണം നടന്ന് 36 മണിക്കൂറിൽ പ്രതിയെ പിടികൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇനി ഇയാൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പിക്കാനുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കുറ്റമറ്റ രീതിയിൽ ഒരു കുറ്റപത്രം നൽകുക എന്നുള്ളതാണ്. അതിന്റെ പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് തെളിവെടുപ്പടക്കം പൂർത്തിയാക്കിയത്. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിക്കും. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ സാധാരണഗതിയിൽ മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരാൾക്ക് അത് സാധ്യമല്ല. ഇയാൾക്ക് കുറെ സുഹൃത്തുക്കളുണ്ട്. ഈ ഓപ്പറേഷന് ശേഷം ഏതെങ്കിലും സുഹൃത്തുക്കളോട് ഈ മോഷണ വിവരം പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത്. ഇന്നലെ വൈകിട്ട് റൂറൽ SP പറഞ്ഞത് ഇയാളുടെ ദൂർത്താണ് ഈ മോഷണത്തിലേക്ക് നയിച്ചത്. അതായത് പ്രതിയുടെ ഭാര്യ വിദേശത്ത് ജോലി ചെയ്യുകയാണ്, അവിടെ നഴ്സാണ്. ഏകദേശം 2 ലക്ഷം രൂപയോളം അവർ എല്ലാ മാസവും ഇയാൾക്ക് അയച്ചു നൽകുമായിരുന്നു. പക്ഷേ ആ തുകയൊന്നും റിജോ സ്വരൂപിച്ച് വെച്ചിരുന്നില്ല, അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിരുന്നില്ല. സുഹൃത്തുക്കളുമായി മദ്യപാനമൊക്കെ ആയിരുന്നു അയാളുടെ സ്ഥിരം പരിപാടി. അങ്ങനെ ആ പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പണം ഭാര്യ എത്തുന്നതിന് മുമ്പ് അക്കൗണ്ടിൽ കാണിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഇയാൾ ഈ മോഷണത്തിന് തയ്യാറായതെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആ പ്രതിയുടെ മൊഴി പോലീസ് ഈ ഘട്ടത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു കാരണവും കണ്ടെത്താൻ ഇതുവരെ ആയിട്ടുമില്ല. എന്നാൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കേസിൽ മറ്റ് പ്രതികൾ ഉണ്ടോ എന്നുള്ള അന്വേഷണവും പോലീസ് സമാന്തരമായി തന്നെ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ മോഷണ വിവരം സുഹൃത്തുക്കളോട് പറയുകയോ അല്ലെങ്കിൽ അവരോട് ഈ മോഷണത്തിന് മുൻപ് ആ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുമെന്ന് പറയുകയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നാണ് പോലീസ് വിശദമായി
പരിശോധിക്കുന്നത്. ഒരുപക്ഷെ സമീപകാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൊള്ളയായിരുന്നു. നാടിനെ നടുക്കിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഒരാൾ ഒരു ഭാവഭേദവും ഇല്ലാതെ തായി കാണുന്ന പോട്ട ഫെഡറൽ ബാങ്കിലേക്ക് വാഹനത്തിലെത്തുന്നു. ഉച്ചയോടുകൂടി എത്തി വളരെ ലാഘവത്തോടുകൂടി അകത്തേക്ക് കയറിപ്പോയി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി ശേഷം അയാൾ തന്നെ അവിടെ ഇടുന്ന കസേര ഉപയോഗിച്ച് ആ ഗ്ലാസ് കൗണ്ടറിന്റെ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്ന ഈ ക്യാഷ് എടുത്ത് പുറത്തേക്ക് പോകുന്ന കാഴ്ച. 4 ദിവസം മുമ്പ് ഇതേ ബാങ്കിൽ ATM കാർഡ് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജോ എത്തി സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതല്ല എങ്കിൽ കൃത്യമായി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താനാകില്ല എന്ന് പോലീസ് തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അത് ഒരാൾക്ക് ഇത് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രതിയുമായി ബാങ്കിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ്. കൂടുതൽ വിവരങ്ങൾ തേടാനുണ്ട്. കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത. വിഷ്ണു സുരേഷും സൂരജ് സജിയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.